കുർദിസ്ഥാനിലേക്ക് പോയ ഒരു യാത്രയുടെ കഥയാണ് ഈ തവണ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. കുർദിസ്ഥാൻ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് ഏതോ ഒരു തീവ്രവാദികളുടെ സ്ഥലമാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ എന്തൊക്കെയോ മാധ്യമ ബോധം നമ്മളെ വലയം ചെയ്തിട്ടുണ്ട്. ഇത് ഇറാഖിൻ്റെ ബോർഡറിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണ്. ഇറാഖ് രാഷ്ട്രത്തിനുള്ളിൽ തന്നെ, പക്ഷേ കുർദിസ്ഥാൻ കുറച്ച് സ്വയംഭരണാവകാശം ഉള്ള ഒരു ദേശമാണ്. കുർദുകൾക്കൊരു വലിയ ചരിത്രമുണ്ട്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനത കുർദുകളാണ്. ഈ കുർദിസ്ഥാൻ ചുറ്റപ്പെട്ട് കിടക്കുന്നത് ഒരു സൈഡിൽ ടർക്കി, ഒരു സൈഡിൽ സിറിയ, ഒരു സൈഡിൽ ഇറാഖ്, ഇറാൻ, ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കുർദ് ഒരു പ്രത്യേക വംശമാണ്. അതിന് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള അത്ര പാരമ്പര്യമുള്ള ഒരു വംശമാണ്. കുർദിസ്ഥാൻ എന്ന രാജ്യം തന്നെ നേരത്തെ വലിയ സാമ്രാജ്യം നിലനിന്നിരുന്നു. ഒരു ബാബിലോണിയൻ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ആലോചിക്കാമല്ലോ നമുക്ക്, ബാബിലോണിയൻ സംസ്കാരത്തിൻ്റെ പിന്മുറക്കാരായ അത് തുടരുന്ന പല ഗോത്രങ്ങളും അടങ്ങുന്ന ഒരു സമൂഹമാണ്. ഇവർക്ക് ഇവരുടേതായ ഭാഷയുണ്ട്, അവരുടെ സംസ്കൃതിയുണ്ട്, അവരുടെ വേഷമുണ്ട്, അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ഇവരെല്ലാം തന്നെ മുസ്ലിമുകളായിരിക്കും തന്നെ, ഇസ്ലാം മതത്തിലുള്ളവരായിരിക്കും തന്നെ ആന്തരികമായ ചില വ്യത്യസ്തതകളും നിലനിൽക്കുന്നുണ്ട്. ടർക്കിയിലാണ് ഏറ്റവും കൂടുതൽ കുർദുകളുള്ളത്. ഇറാഖിൽ കുർദുകളുണ്ട്, ഇറാനിലുണ്ട്, സിറിയയിലുണ്ട്. അപ്പോൾ ഇവർ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒന്ന്, ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ജനതയെല്ലാം, ഈ പ്രദേശങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് പഴയതുപോലെ അവരുടെ ഒരു കുർദിസ്ഥാൻ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള ന്യായമായ, ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ, ഇല്ലാതായി പോയ ഒരു പാരമ്പര്യത്തെ, ഒരു ജീവിതത്തെ വീണ്ടെടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവർ അടിച്ചമർത്തപ്പെടുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനതയായി പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് സ്വാഭാവികമായ ചെറുത്തുനിൽപ്പ് രൂപപ്പെടും. അങ്ങനെ ചെറുത്തുനിൽപ്പുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ തുർക്കിയിൽ തന്നെ ഈ കുർദുകൾ താമസിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, ചില മലമുകൾ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ഗവൺമെൻറ് കുർദ് അല്ലെങ്കിൽ കുർദ് വംശീയത അതിനെ അംഗീകരിക്കാതെ, അതിനെ വിസ്മരിക്കുന്ന പോലെ അവരുടെ പേര് പോലും പറയാൻ സാധ്യമല്ലാത്ത, രേഖകളിൽ നിന്ന് മായ്ച്ചു കളയുന്ന പോലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഗ്രാമങ്ങൾ ചുട്ടരിക്കുന്നു, അവരുടെ വീടുകൾ ആക്രമിക്കുന്നു, അവർക്കൊരു സ്ഥലത്തും ഒരു സ്ഥാനമില്ലാതാവുന്നു, അവരവരുടെ ഭാഷ സംസാരിക്കാൻ പാടില്ല എന്ന് നിയമം കൊണ്ടിരുന്നു, അവരുടെ വസ്ത്രം, അവരുടെ പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണം ഉണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറയുന്നു, അവരുടെ ആചാരങ്ങൾ പാടില്ല എന്ന് പറയുന്നു, അവരുടെ അനുഷ്ഠാനങ്ങൾ പാടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ജനത സ്വാഭാവികമായും ചെറുത്തുനിൽപ്പുണ്ടാവും. അങ്ങനെ അതിനകത്ത് ചെറുത്തുനിൽപ്പുകളുടെ ഗറില്ല ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. 74 അവിടുത്തെ വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ കലാലയങ്ങളിൽ വലിയ ചെറുത്തുനിൽപ്പ് സംഘങ്ങളുണ്ടാക്കി. അവർ നേരിടുന്ന അടിച്ചമർത്തലുകൾക്കും പീഡനങ്ങൾക്കും എതിരെ പൊരുതാൻ ആലോചിച്ചവർ ഒളിപ്പോരായിട്ട് ഗറില്ല സംഘങ്ങളായി. പക്ഷെ ടർക്കിഷ് ഗവൺമെൻറ്
വളരെ ഭീകരമായി ഒരു ജനതയെ മുഴുവൻ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നത് പോലെ ജൂതരെ ഹിറ്റ്ലർ കൊന്നൊടുക്കിയതുപോലെ അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ പോലെ അങ്ങനെ ഒരു വംശത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെയും നടക്കുന്നുണ്ട്. അത് ഹരിദാസ് സാവിത്രിയുടെ ഒരു പുതിയ നോവൽ, ഇപ്രാവശ്യത്തെ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള സീൻ എന്ന് പറഞ്ഞ നോവലുണ്ട്. ആ നോവലിൽ കുർദുകളുടെ പോരാട്ടത്തെക്കുറിച്ചുള്ള ഒരു കഥയാണത്. കുർദുകളുടെ ചരിത്രം, അതിൻ്റെ പാരമ്പര്യം, അവിടെ മനുഷ്യർ നേരിടുന്ന പീഡനങ്ങൾ, അതിനെതിരായി നടക്കുന്ന ഐതിഹാസികമായ പോരാട്ടങ്ങൾ, അതിൻ്റെ ഒരു നേർചിത്രം അടുത്തു നിന്നറിയുന്ന പോലുള്ള വളരെ ഗംഭീരമായ നോവലാണ് ഹരിദാസ് സാവിത്രിയുടെ സീൻ എന്നുള്ള നോവൽ. അപ്പോൾ ഇതൊന്നും അറിയുന്നതിന് മുമ്പാണ്, ഇതൊന്നും വായിക്കാതെ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാതെയാണ് നമ്മൾക്ക് ഒരുപക്ഷെ കുർദിസ്ഥാനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുർദുകൾ ഒരു ഘട്ടത്തിൽ ടർക്കിഷ് ഗവൺമെൻറ് അവരുടെ 4000-ഓളം ഗ്രാമങ്ങളെ തുടച്ചു നീക്കി, വീടുകൾ ഇടിച്ചു തകർത്തു, സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, യുവാക്കളെ തടവിലാക്കി കൊന്നൊടുക്കി, 12-13 വയസ്സുള്ള കുട്ടികളെ അടക്കം അവർ കൊന്നൊടുക്കി. എങ്കിലും അവർ വീറോടെ കീഴടങ്ങാതെ പൊരുതിക്കൊണ്ടേയിരുന്നു. കാരണം ഒരു ജനതയ്ക്ക് അങ്ങനെ സാധ്യമാവും. ഒരിക്കലും ഒരു ജനതയെ മറ്റൊരു ഹിംസാത്മകമായ പ്രവർത്തനം കൊണ്ട് പാടെ തുടച്ചു നോക്കാൻ ഒരിക്കലും സാധ്യമല്ല. അവരെവിടെയെങ്കിലും വീണ്ടും വീണ്ടും മുളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒക്കെ ഒരു പാരമ്പര്യമുള്ള ഒരു ജനതയുടെ ഒരു പ്രവിശ്യയിലാണ്, ഒരു സ്ഥലത്താണ് ഈ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഞാൻ പോകുന്നത്. കുർദിസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള സ്ലിമാനി, അവർ സ്ലിമാനി എന്നും പറയുന്നുണ്ട്, സുലൈമാനി എന്നും പറയുന്നുണ്ട്. സ്ലിമാനിയാണ് ഇതിൻ്റെ തലസ്ഥാനം. അവിടെ വെച്ചിട്ടാണ് ഫെസ്റ്റിവൽ. അവർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ്. അവർ അതിൻ്റെ 4ാമത്തെ എഡീഷനിലാണ് ഞാൻ അതിൻ്റെ ജൂറിയായി പങ്കെടുക്കുന്നത്. അപ്പോൾ കുർദിസ്ഥാനെക്കുറിച്ച് നമുക്ക് ഇതിന് പോകുന്നതിന് മുമ്പ് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ അവരുടെ എയർപോർട്ടിൽ ഇറങ്ങുന്നത് മുതൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ഇത് ഒരു ഗംഭീര ജനതയാണല്ലോ, ഒരു ഗംഭീര സംസ്കൃതിയുടെ, വളരെ മനോഹരവും സുന്ദരവുമായിട്ടുള്ള ഒരു സംസ്കൃതിയുടെ പാരമ്പര്യമുള്ള മനുഷ്യരാണല്ലോ എന്ന് നമുക്ക് കേൾവി അല്ലാതെ സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാവും നമുക്ക്. ഞങ്ങളുടെ ഫ്ലൈറ്റ് കുർദിസ്ഥാനിലെ തലസ്ഥാനമായ സ്ലിമാനിയുടെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഒരു രാത്രി 8:30 എനിക്ക് തോന്നുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് വാഹനം കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അവർ പൂച്ചെണ്ടുകളും കാര്യങ്ങളൊക്കെയുമായി അതിൽ നിന്ന് ഇറങ്ങി വന്ന അതിൻ്റെ ഗസ്റ്റുകളായിട്ടുള്ള ഞാനുണ്ട്, പിന്നെ ജർമ്മൻ ഫിലിം ഡയറക്ടറും അവൻ്റെ ക്രൂ ഉണ്ട്, വേറെ ചില ജൂറീസ് ഉണ്ട്. ഇവരെല്ലാം അവർ സ്വീകരിച്ച് ഒരു വാഹനത്തിൽ VIP ലോഞ്ചിൽ കൊണ്ടിരുത്തി നമുക്ക് ചായയൊക്കെ തന്ന് കാപ്പിയൊക്കെ തന്ന് നമ്മുടെ ബാഗും ഒക്കെ അവർ തന്നെയാണ് ക്ലിയർ ചെയ്ത് കൊണ്ടിരുന്നത്. അവർ ഇമിഗ്രൻ്റ് ക്ലിയറൻസ് എല്ലാം അവരാണ് ചെയ്യുന്നത്. പാസ്പോർട്ടൊക്കെ മേടിച്ചുകൊണ്ട് എല്ലാം ചെയ്ത് നമ്മളൊന്നും അറിയുന്നില്ല. നമ്മൾ ഒരു സർക്കാർ പരിപാടിക്ക് പോയി സർക്കാർ ഗസ്റ്റുകളെ പോലെ വെറുതെ അവിടെ ഇരിക്കുക. അവർ നമ്മളെ വലിയ അതിഥികളെ പോലെ ആദരിച്ച് കൊണ്ടുപോവുകയാണ്. നമ്മൾ ചെല്ലുന്ന ഹോട്ടലിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പല ഫെസ്റ്റിവലിലും പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത്രക്കധികം മനുഷ്യരെ തൊടുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യരോട് ആദരവ് പുലർത്തുന്ന സമീപനം ഏറ്റവും കൂടുതൽ കണ്ടത് ഞാൻ കുർദിസ്ഥാനിലാണ്. അപ്പോൾ മുതൽ തന്നെ നമ്മൾ ധരിച്ചു വച്ച നമ്മുടെ സാമാന്യബോധം നമ്മളിൽ അടിച്ചേൽപ്പിച്ച് വച്ചിരുന്ന ഒന്ന് പാടെ അഴിഞ്ഞഴിഞ്ഞു പോകും. അവിടെ സുലൈമാനിൽ ചെല്ലുമ്പം ഇത് എനിക്ക് തോന്നിയത് ഏറ്റവും
സുന്ദരന്മാരും സുന്ദരികളുമായി ഉള്ള ഒരു നഗരമാണ്. അങ്ങനത്തെ ഒരു ജനതയാണ്. നല്ല അവരുടെ ഫിസിക്കൊക്കെ അങ്ങനെയാണ്. എല്ലാവരും നല്ല സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ടുള്ള ആകാര സൗഷ്ഠവമുള്ള ആളുകളാണ്. അവിടെ ഈ ഹോട്ടലിൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത്. ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ അതിൽ എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജൂറിയിൽ അംഗങ്ങളായിട്ടുള്ള കുറേയധികം പേർ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും വരാനുണ്ട്. എൻ്റെ ജൂറിയിൽ അമേരിക്കയിൽ നിന്നുള്ള കിംബർലി, തുർക്കിയിൽ നിന്നുള്ളൊരു സ്ത്രീ, അത് കൂടാതെ എൻ്റെ സുഹൃത്തുക്കൾ ശ്രീലങ്കയിൽ നിന്ന് അനോമ, സെഗ്രീബിൽ നിന്ന് എനാമി, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരാനുണ്ട്. അപ്പോൾ ഇവരെല്ലാം എല്ലാ ഫെസ്റ്റിവലുകളും നമ്മൾ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടുക എന്നുള്ളൊരു ആഹ്ലാദകരമായ ചടങ്ങുണ്ട്. അപ്പോൾ ഒരു ദിവസം അവിടെ നമ്മൾ അങ്ങനെ സ്വസ്ഥമായി ഇരിക്കുകയും പിറ്റേ ദിവസം മുതലാണ് ഈ ഫെസ്റ്റിവലിൻ്റെ അതിഥികളൊക്കെ എല്ലാവരും എത്തുന്നു. വൈകുന്നേരമാണ് ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനം. ആ ഉദ്ഘാടനത്തിന് ഞങ്ങളെ ഇവിടുന്ന് അവരൊരു ബസ്സിൽ കൊണ്ടുപോവുകയും ഉദ്ഘാടന വേദിയുടെ കുറേ മുമ്പ് ആ ബസ്സൊക്കെ നിർത്തി ഒരു 4-5 കറുത്ത കാറുകൾ, എല്ലാം ഒരേപോലെയുള്ള കറുത്ത കാറിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകണം. അത് റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് വളരെ ഗംഭീരമായി അലങ്കരിച്ചിട്ടുള്ള കാൻ ഫെസ്റ്റിവലിലൊക്കെ പോലെ ഉള്ള വലിയ റെഡ് കാർപ്പറ്റ് സംവിധാനത്തിലാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെയാണെങ്കിൽ ധാരാളം മീഡിയ ആളുകളും ഡെലിഗേറ്റ്സൊക്കെ ഈ റെഡ് കാർപ്പറ്റിൻ്റെ 2 വശത്തും ഗസ്റ്റുകൾ ഇറങ്ങി വരുന്നത് അവരോട് സംസാരിക്കാനായി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരാണ് അത് റെഡ് കാർപ്പറ്റിലൂടെ നടന്ന് നമ്മളെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എവിടുന്നാണ് വരുന്നതെന്ന് അവർ അനൗൺസ് ചെയ്യുന്നു. നമ്മളെ അവർ കാര്യമായി സ്വീകരിക്കുന്നു. മീഡിയ ഒക്കെ നമ്മൾ എവിടെ നിന്നാണ്, നമ്മൾ ഇന്ത്യ എന്ന് കേൾക്കുന്നു. കേരളം എന്നുള്ളവർ കേട്ടിട്ടേ ഇല്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച്, മലയാളത്തിൻ്റെ സിനിമകളെക്കുറിച്ച്, ഇന്ത്യൻ സിനിമകളെക്കുറിച്ച് ഒക്കെ അവർക്ക് ഹ്രസ്വമായിട്ടുള്ള ചില ചോദ്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞാൽ എല്ലാ ഗസ്റ്റുകളും എത്തിക്കഴിഞ്ഞാൽ അതിനു മുമ്പ് തന്നെ നിറഞ്ഞു കഴിഞ്ഞ ഒരു വലിയ തിയേറ്ററിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആ തിയേറ്ററിൽ വലിയ ഡെലിഗേറ്റുകളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഡെലിഗേറ്റുകളുടെ ഒരു വലിയ സദസ്സാണ്. ആ സദസ്സിൽ ജൂറികളൊക്കെ മുമ്പിലാണ് ഇരിക്കുന്നത്. അവിടുത്തെ ഭരണാധികാരികൾ ആയിട്ടുള്ള ഗവർണർ പോലുള്ള ആളുകൾ, മേയർ പോലുള്ള ആളുകൾ ഒക്കെ തന്നെ ഉദ്ഘാടനത്തിന് അവർ അതിഥികളായിട്ട് ഉണ്ട്. ഫെസ്റ്റിവൽ ഡയറക്ടറുണ്ട്. അതിനെ അത്ഭുതപ്പെടുത്തിയ ഒന്ന്, ഈ ഫംഗ്ഷനിടയ്ക്ക് ചില ആളുകൾ അവർ ആദരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേര് അവർ വിളിച്ചത് ഫറൂഖ് മുഹമ്മദ്. അപ്പോൾ ഫറൂഖ് മുഹമ്മദ് വിളിക്കുമ്പോൾ തന്നെ ആളുകൾ കൈയടിക്കുന്നുണ്ട്. അപ്പോൾ അനൗൺസ്മെൻ്റ് വരുന്നത് ഫറൂഖ് മുഹമ്മദ് കുർദിസ്ഥാനിലെ, ഇറാഖിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം നടത്തുന്ന ഒരാളാണ്. ഒരു 70-72 വയസ്സ് പ്രായം ഉണ്ടാവും. അപ്പം ഞാൻ ആലോചിച്ചു, എന്താണ് ഈ ഇത്രയും വലിയൊരു ബിസിനസ് മാഗ്നറ്റിനെ അവിടെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മളിവിടെ അങ്ങനെ പതിവില്ലല്ലോ. അപ്പോൾ അയാൾ സംസാരിക്കുന്നു. അയാളുടെ പ്രസംഗമൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. അയാളുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ അയാൾ നടത്തുന്ന ആശുപത്രികൾ, വിദ്യാലയങ്ങളൊക്കെ തന്നെ അത് ജനങ്ങൾക്ക് പ്രാപ്യമായ വിധത്തിൽ വലിയ ചിലവില്ലാതെ ഹൈ ക്വാളിറ്റിയിലുള്ള എഡ്യൂക്കേഷനും ഹൈ ക്വാളിറ്റിയിലുള്ള ആശുപത്രി സംവിധാനങ്ങളും
അത് അയാൾ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ ശൃംഖലയുണ്ട്. ഇതുള്ളതുകൊണ്ടാണ് ആളുകൾ കൈയടിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ചെയ്യാൻ കാരണമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു കുർദിസ്ഥാനിൽ തന്നെയുള്ള ഒരു പത്രപ്രവർത്തകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹം ഒരു വലിയ ചരിത്രമുള്ള ആളാണ്. ഇദ്ദേഹം വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു 4 വർഷം ഒരു ബാങ്കിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ആ ജോലി രാജിവെച്ചിട്ട് കുർദുകളുടെ ഒരു ഗറില്ല സംഘമുണ്ട്, സദ്ദാം ഹുസൈനെതിരെ ഫൈറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു, സദ്ദാമിനെ നമ്മൾ വലിയ പോരാളിയായി അങ്ങനെ കരുതുന്ന ഒരു സംഗതിയാണല്ലോ. പക്ഷെ അവർക്ക് സദ്ദാം ഹുസൈൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അനിഷ്ടം പ്രകടിപ്പിക്കും അവർ. അപ്പോൾ സദ്ദാം ഹുസൈനെതിരെ പൊരുതുന്ന ഗറില്ല ഗ്രൂപ്പിൽ പങ്കെടുക്കുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയും കുറേ നാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരിക്കുകയും 75 കാലത്തിൽ ഒക്കെ അങ്ങനെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം ഒഴിവാക്കി ഒരു ചെറിയ ബിസിനസ്, അയാൾ ഒരു സുഹൃത്ത് കൂടി ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായി, ഒരു ബിസിനസ് ശൃംഖലയായി മാറിയത്. അപ്പോൾ അയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും, പല കുർദുകളും സദ്ദാം ഹുസൈൻ്റെ പീഡനം സഹിക്കവയ്യാതെ നാട് വിട്ടിട്ടുണ്ട്. ഇറാഖ് വിട്ട് പല സ്ഥലങ്ങളിലേക്ക് യാത്രയായി. പക്ഷെ ഇദ്ദേഹം മാത്രം പോയതേ ഇല്ല. അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം, അതെന്തുകൊണ്ടാണ് ഇയാൾ മാത്രം അവിടെ നിന്നതെന്നുള്ള ചോദ്യം ഞാൻ ഉന്നയിച്ചു. പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് എല്ലാം തന്നെ നേരാമള്ളമുള്ള ഒരു ബിസിനസ്സാണ്. അതിനകത്ത് സദ്ദാം ഹുസൈൻ വിചാരിച്ചാൽ അയാളെ പിടിക്കാൻ കഴിയുന്ന, കുരുക്കാൻ കഴിയുന്ന ഒന്നും അയാൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെന്നല്ലാണ്ട് അയാൾ ഗവൺമെൻറ്റിന് ജയിലടക്കാനോ അല്ലെങ്കിൽ അത്രയും പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ കോടതി കയറ്റാനോ ഒന്നും കഴിയാത്ത വിധത്തിൽ, അയാളുടെ ബിസിനസ് തടയാൻ പറ്റാത്ത വിധത്തിൽ അവിടെ നിലനിൽക്കുന്ന നിയമത്തിനുള്ളിൽ ആണ് അയാളുടെ ബിസിനസ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹവും ഈ ഫെസ്റ്റിവലിനെ, കുർദുകളുടെ ഈ ഫെസ്റ്റിവലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. സാമ്പത്തിക പിന്തുണ ഉണ്ടാവും തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് കുർദിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അയാളുടെ പ്രസംഗത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. അയാൾ ധാരാളം സ്ഥാപനങ്ങളിൽ സ്ത്രീകളെയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്, റിക്രൂട്ട് ചെയ്തിട്ട് ജോലിയിൽ വെച്ചിരിക്കുകയാണ്. അത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഉപാധിയായി, സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ജോലി വേണ്ടതുണ്ട് എന്നയാൾ പറയാണ്. അങ്ങനെ സ്ത്രീകളെ ശാക്തീകരിച്ചുകൊണ്ടാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുക, ഒരു രാജ്യം പുരോഗതിയിലേക്ക് പോകുക. അതുകൊണ്ട് ഞാൻ കഴിയുന്നത്ര എൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും സ്ത്രീകളെ കൂടുതലായി റിക്രൂട്ട് ചെയ്യുന്നതാണ്. എൻ്റെ മരണശേഷം ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ തന്നെ തുടരേണ്ടതുണ്ട് എന്ന് ഞാൻ ഒസ്യത്തെഴുതി വെച്ചിട്ടുണ്ട്. ആശുപത്രികൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ ഒക്കെ ഇതേപോലെ അയാളുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് ഫിനാൻസ് ചെയ്ത് ഇതിനെ നിലനിർത്തേണ്ടതുണ്ട് എന്ന് അയാൾ എഴുതി വച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, വെറുതെ എല്ലാ ആളുകൾ അയാൾക്ക് എണീറ്റ് നിന്നിട്ട് കൈയടിച്ചതെന്ന്. അപ്പോൾ ഒരു ചോദ്യം ഞാൻ അടുത്തുള്ള സുഹൃത്തിനോട് ചോദിച്ചത്, ഇയാൾക്കിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തനമൊന്നുമില്ല, പക്ഷേ അയാൾക്ക് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുമായി, അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകർക്കുമായി ഒരു ഊഷ്മളമായ ബന്ധം പുലർത്തുന്നുണ്ട്. എന്നാൽ പൊളിറ്റിക്കലായിട്ടുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ ഒരുപക്ഷെ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൻ്റെ ഫലമായും ആവാം അയാൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനായി മാറിയത് എന്ന് കരുതാനാണ് പിന്നെ എനിക്കിഷ്ടം. ഇതിற்கு ശേഷം ഫെസ്റ്റിവലിൻ്റെ ഇനാഗുറേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഔപചാരിക ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു മ്യൂസിക് പ്രോഗ്രാമാണ്. അത് ഇറാനിൽ നിന്നുള്ളൊരു മ്യൂസിക് പ്രോഗ്രാമാണ്, ഒരു ഇറാനിയൻ ബാൻഡാണ്.
അത് അതിഗംഭീരമായിട്ടുള്ള ഒരു സംഗീത അനുഭവം തരുന്ന, വളരെ താളാത്മകമായ ഒരു ശബ്ദപ്രപഞ്ചത്തെ ഉണ്ടാക്കുമ്പം തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ സംഗീതത്തിനകത്ത് ഒരു ഏകാന്തത അനുഭവിക്കുന്ന, ഒരു ശാന്തത അനുഭവിക്കുന്ന, നമ്മളൊരു വനത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ തോന്നുന്ന വിധത്തിൽ നിഴലും വെയിലും ഒക്കെ കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു വനത്തിനുള്ളിലൂടെ മരച്ചിലുകൾക്കിടയിലൂടെ നടന്നു പോകുന്നൊരു അനുഭവം വലിയ സംഗീത ബാൻഡുകൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സംഗീതത്തിന് മാത്രം കഴിയുന്നൊരു സംഭവമാണിത്. നമ്മളെ ഏകാഗ്രമാക്കുകയും ഒപ്പം നമ്മൾ വളരെ വേറൊരു സാന്ദ്രമായ അന്തരീക്ഷത്തിലോട്ട് കടന്നു പോകാൻ കഴിയുന്ന അതൊരു വലിയ അനുഭവമാണ്. മുഴുവൻ ആ സദസ്സെല്ലാം തന്നെ വലിയ കയ്യടിയോടെയാണ് അവരെ എതിരേറ്റത്. അവർ കുർദുകളാണ്. അപ്പോൾ ഇവർ ഈ ഫെസ്റ്റിവലിനെ ബന്ധപ്പെടുന്ന ഈ കുർദുകൾ, ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന കുർദുകളെ അവരുടെ സിനിമകൾ, അവരുടെ കലാപരിപാടികൾ, അവരുടെ ആവിഷ്കാരങ്ങൾ ഒക്കെ യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് അവർ ഈ ഫെസ്റ്റിവലിനെ കണ്ടത്. അപ്പോൾ ആ തരത്തിൽ അതിനുശേഷം ഒരു ഉദ്ഘാടന ചിത്രമായി ഒരു ഫ്രഞ്ച് സിനിമയാണ് സിസ്റ്റേഴ്സ് ഇൻ ആംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ്. അതിൻ്റെ സംവിധായികയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ആ സംവിധായികയൊക്കെയാണ് എൻ്റെ ഒപ്പം ദോഹയിൽ നിന്ന് ഫ്ലൈറ്റിലുണ്ടായിരുന്നു വരാനുള്ളത്. അപ്പോൾ അത് ഒരു ഹോളിവുഡ് ചിത്രം പോലെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അത് സ്ത്രീകൾ നടത്തുന്ന ഒരു പോരാട്ടമാണ്. നമ്മുടെ സാമാന്യ ബോധവും നമ്മുടെ മാധ്യമങ്ങളും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് എന്താ വെച്ചാൽ ഈ കുർദുകൾ ഈ IS അനുകൂലമാണ് എന്നാണ്. പക്ഷേ കുർദുകളാണ് IS-നെതിരായിട്ടുള്ള കുർദ് ഗറില്ല ഗ്രൂപ്പുകൾ ഫൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. IS-നെതിരെ സിറിയയിൽ സൃഷ്ടിക്കപ്പെട്ട, ടർക്കി പിന്തുണ നൽകിയിട്ടുള്ള, അമേരിക്ക പിന്തുണച്ചിട്ടുള്ള ഈ IS-നെ നേരിട്ട് സൈനികമായി ആയുധങ്ങൾ കൊണ്ട് അവർക്കെതിരെ പൊരുതിയത് ഈ കുർദുകളാണ്. അപ്പോൾ അതിൽ സ്ത്രീകളുടെ ഈ കുർദുകളുടെ ഈ ഗറില്ല സംഘത്തിൽ പങ്കുചേരാനായിട്ട് സ്ത്രീകളുടെ ഒരു പ്രത്യേക ഗ്രൂപ്പുണ്ട്. അതിൽ പങ്കുചേരാനായി ഫ്രാൻസിൽ നിന്ന് 2 പെൺകുട്ടികൾ വന്നു ചേർന്ന കഥയാണ്. പോരാളികളായിട്ട് അവർ IS ചേരാനല്ല വന്നത്, IS-നെതിരെ പോരാടാനായിട്ടാണ്. അത് നമുക്ക് അവിശ്വസനീയമാണ്. നമ്മളോട് പറഞ്ഞ കഥകളൊക്കെ തന്നെ എല്ലാം ലവ് ജിഹാദൊക്കെ നടത്തി എല്ലാവരെയും IS-ൽ കൊണ്ട് ചേർക്കാൻ കൊണ്ടുപോകുകയാണെന്നാണ്. അതെല്ലാം നുണയാണ്. ഇവർ IS-നെതിരായിട്ട് പൊരുതുകയാണ്. അങ്ങനെ ആ സ്ത്രീകൾ നടത്തുന്ന, ആ സ്ത്രീകളുടെ ഗറില്ല സംഘം അതിഗംഭീരമായി നടത്തുന്ന പോരാട്ടമാണ് ഇത്. അവിടുത്തെ ചില ഗോത്ര ജനതയെ ഇവർ IS-കൾ വളരെ ക്രൂരമായി കൊന്നൊടുക്കിയിട്ടുണ്ട്. ആ വംശത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയും ഈ ഗ്രൂപ്പിലുണ്ട്. അങ്ങനെയാണ് അവർ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന IS-ൻ്റെ സിറിയയിൽ നിന്നുള്ള IS-ൻ്റെ പോരാളികളെ ആ മണ്ണിൽ വെച്ച് തന്നെ, സിറിയയുടെ മണ്ണിൽ വെച്ച് തന്നെ, അതിൻ്റെ അതിർത്തിയിൽ വെച്ച് തന്നെ പൊരുതി തോൽപ്പിക്കുകയാണ്. നടന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ചൊരു സിനിമയാണ്. ആ സിനിമ ഒരു രാഷ്ട്രീയമായി വെളിപ്പെടുത്തൽ പോലെ ഒരു പുതിയ അനുഭവമാണ് എനിക്ക്. ആ സ്ത്രീകളുടെ ആ കരുത്തുള്ള പോരാട്ടം അത് നമുക്ക് ഭയങ്കര ആവേശം ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അത്ര ജനങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമാവുന്ന വിധത്തിൽ ഒരു പോപ്പുലർ രീതിയിൽ ഉണ്ടാക്കിയൊരു സിനിമയാണ്. ഈ ഫെസ്റ്റിവല് പ്രധാനപ്പെട്ടതാവുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഒരു ജനത അതിൻ്റെ സ്വപ്നങ്ങളെ വീണ്ടെടുക്കുന്ന, അതിൻ്റെ പോരാട്ടങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ചരിത്രത്തെ, വിസ്മരിക്കപ്പെട്ട ചരിത്രത്തെ, എങ്കിൽ തകർത്തെറിഞ്ഞ ചരിത്രത്തെ കൂട്ടിപ്പിടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് യാത്രയാവുന്നതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്.
ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചിതറിക്കിടക്കുന്ന കുർദ് വംശജരായിട്ടുള്ള കലാകാരന്മാരെ കഴിയുന്നത്ര കൊണ്ടുവരാനുള്ള ശ്രമം. കുർദിസ്ഥാനിൽ സിനിമാ നിർമ്മാണം ഇല്ലായിരുന്നു. അവിടെ ആദ്യത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾ പോയി കാണുകയുണ്ടായി. ഞങ്ങൾ ആ സമയത്താണ് ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത്. അതാണ് അവിടുത്തെ ആദ്യത്തെ ഷൂട്ടിംഗ്. അപ്പോൾ ഒരു സിനിമ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കലാ ആയുധമായി എടുക്കുകയും അവരുടെ സത്തയെ വീണ്ടെടുക്കുകയും അത് അടയാളപ്പെടുത്തുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ഞങ്ങളിവിടെയുണ്ട്, ഞങ്ങളെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല എന്ന് ഒരു ജനത വിളിച്ചു പറയുന്നതിൻ്റെ ഒരു സൗന്ദര്യം അതിനുണ്ട്. മറ്റൊന്ന്, അത് വലിയ ആർഭാടങ്ങളോടെ വലിയ വർണ്ണപ്പൊലിമയോടെ അങ്ങനെ നടത്തുന്ന അല്ലെങ്കിലും അതിൻ്റെ ഒരു വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു 4 തിയേറ്ററാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഡെലിഗേറ്റ്സാണ്. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ 10,000 12,000 ഒന്നും ഡെലിഗേറ്റ്സ് അതിലില്ല. പക്ഷേ സിനിമ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ, സിനിമ പഠിക്കുന്നവർ, വിദ്യാർത്ഥികൾ, ഷോർട്ട് ഫിലിം നിർമ്മിക്കുന്നവർ, ഡോക്യുമെൻ്ററികൾ നിർമ്മിക്കുന്നവർ, നിരൂപകർ, കഥ എഴുതുന്നവർ, കവിത എഴുതുന്നവർ, കവികൾ, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ കൂടിച്ചേരുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു ശക്തി അതിനുണ്ട്, ഒരു ശാന്തതയുണ്ട് അതിനകത്ത്. ഏകദേശം 80ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 180-ലധികം സിനിമകൾ അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. ലോകത്തെ മികച്ച സിനിമകൾ, കുർദ് വംശജർ ചെയ്ത സിനിമകൾ മാത്രമല്ല, ലോക സിനിമയിലേക്ക് തുറന്നു വെക്കുന്ന ധാരാളം സിനിമകളുമുണ്ട്. അതുകൊണ്ട് അതിന് മറ്റ് ഫെസ്റ്റിവലുകളുടെ ഒരു ബഹളത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അവിടെ ഷോർട്ട് ഫിലിമിൻ്റെ കോമ്പറ്റീഷനുണ്ട്, ഡോക്യുമെൻ്ററിയുടെ കോമ്പറ്റീഷനുണ്ട്, ഫീച്ചർ സിനിമയുടെ കോമ്പറ്റീഷനുണ്ട്. അതുകൂടാതെ കുർദ് സിനിമകൾക്ക് പ്രത്യേകിച്ചൊരു കോമ്പറ്റീഷനുണ്ട്. ആ തരത്തിലൊക്കെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും വളരെ പ്രശസ്തരായ ആളുകൾ ജൂറിയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് ഒരറിവ് കൂടി പങ്കുവച്ചിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. കുർദുകളോട് സദ്ദാം ഹുസൈൻ ചെയ്തതെന്ത്? അവിടെ ഒരു ഷോർട്ട് ഫിലിമൊക്കെ നിർമ്മിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായി ഞാൻ പരിചയത്തിലായിരുന്നു. അയാൾ പറഞ്ഞത്, ഈ കുർദുകളെ സദ്ദാം ഹുസൈൻ്റെ കാലത്ത് കുറേ പേരെ, പിന്നെ 10,000-കണക്കിന് ആളുകളെ ഇറാനിലേക്ക് നാട് കടത്തി, ഇറാൻ്റെ ബോർഡറിൽ നിന്ന്. നിങ്ങൾ അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. കുർദുകളെ സദ്ദാം ഹുസൈൻ വേട്ടയാടി, വീടുകളിൽ നിന്ന് കുട്ടികളെയും ചെറുപ്പക്കാരെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ടുപോയി. അയാളുടെ അടുത്ത് പറഞ്ഞത്, എത്രയോ വീടുകളിൽ അമ്മമാർ രാത്രികളിൽ ഉറങ്ങാതെ ഇപ്പോഴും വാതിലടയ്ക്കാതെ ഏതെങ്കിലും ഒരു സമയത്ത് എൻ്റെ മകൻ വന്ന് വാതിൽ മുട്ടും എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന അമ്മമാരുള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ഇവിടെ സദ്ദാം ഹുസൈൻ ഒരു വാഴ്ത്തപ്പെട്ടവനെ അല്ല. സദ്ദാം ഹുസൈൻ ഞങ്ങളുടെ വംശത്തിന് ഒരു മർദ്ദകനാണ്. നിങ്ങൾക്കൊരു പക്ഷേ അയാൾ വലിയവനായിരിക്കാം, ഞങ്ങൾക്ക് അയാൾ ഒരു മർദ്ദകനാണ്. അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിയ ഒന്നാണ്. അയാളോട് ഞങ്ങൾ ഒരിക്കലും പൊറുക്കുക തന്നെ ഇല്ല. അങ്ങനെയാണ് ഞങ്ങളുടെ കുർദ് ദേശീയതയുടെ നിലനിൽപ്പിനായി, അതിൻ്റെ പൂർത്തീകരണത്തിനായി പൊരുതിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ ലോകത്തെ എല്ലാ പോരാട്ടങ്ങൾക്കും ഒപ്പമാണ്. മനുഷ്യരുടെ മാനവികതയ്ക്കൊപ്പമുള്ള എല്ലാ പോരാട്ടങ്ങളിലും ഞങ്ങൾ പങ്കുചേരും. ഞങ്ങൾ ഈ IS പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായി സന്ധിയില്ലാത്ത സമരം ചെയ്യുന്നവരാണ്. ഞങ്ങൾ ഇസ്ലാമായിരിക്കെ തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന
പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല, അതിൽ ഞങ്ങൾ പങ്കുചേരുന്നേയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സംസ്കാരമുണ്ട്, ഞങ്ങളുടെ വിശ്വാസമുണ്ട്, അതുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്നാണ് അവർ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് ഈ കുർദിസ്ഥാൻ നടന്ന ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്.